അതുപോലെ തന്നെ ഈ മീനൊക്കെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മലർന്ന് കിടക്കുമായിരുന്നു. ഞാനപ്പോൾ നമ്മുടെ കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പ് വെള്ളത്തിയിട്ട് സെപ്പറേറ്റ് മാറ്റിയിട്ടു. പിറ്റേ ദിവസം മുതൽ പുള്ളി ആക്റ്റീവായി. ഇത് നമുക്ക് മയങ്ങി വെള്ളത്തിൽ പൊങ്ങി കിടക്കുമായിരുന്നു. എന്താ ഞാൻ നമ്മുടെ ചെറിയ കുഞ്ഞിതായപ്പോൾ കൊണ്ടുവന്ന കാർപ്പാണ്. കണ്ടോ സൈസ് വെച്ചാൽ കണ്ടോ കണ്ടോ. ഉണ്ടോ ഇതിനെ നോക്കി, എൻ്റെ വയറിൽ മുട്ട ഉണ്ടോ. നമ്മൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളായപ്പോൾ കൊണ്ടുവന്നു. നമ്മുടെ കുളത്തിലെ മീനുകളൊക്കെ ചാവുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് 2 ദിവസമായിട്ട് 2 കോഴിക്കാർപ്പൊക്കെ ചത്തു. ഞാൻ കുളം ഒന്ന് പറ്റിച്ച് നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായി. എൻ്റെ അടി നോക്ക് ഉണ്ടോ, നമ്മൾ പൈപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതിലും പോകുന്നില്ല. കണ്ടോ അഴുക്കുണ്ടോ. അഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ കാണിച്ചു തരാം, മുരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു. മാവ് നിപ്പുണ്ട്, പക്ഷേങ്കിൽ തൊട്ട് മുകളിൽ മുരിങ്ങ ഉണ്ടായിരുന്നു. ഈ കാറ്റടിച്ച് ഇതുണ്ടോ ഉണ്ടോ, വെള്ളം കണ്ടോ. ഫിൽറ്ററൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ ഈ മുരിങ്ങയിലയുടെ ഇല മൊത്തം ഇതിനകത്ത് അടിഞ്ഞു കൂടി എന്താ പറയുക, മീൻ ഓരോന്നായിട്ട് ചത്തു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറ്റിച്ച് നോക്കിയപ്പോൾ സംഭവം മനസ്സിലായി. ഞാൻ വിചാരിച്ചു മഴവെള്ളം വീണിട്ട് ഈ കളറായി കാണുമെന്ന് വിചാരിച്ച്. മഴ നല്ലതായിട്ട് പെയ്യുമ്പം വെള്ളം ഒരുമാതിരി കലങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച് ചുമ്മാ ഒന്ന് ഓസിട്ട് പറ്റിച്ച് നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായി. നിങ്ങൾക്ക് കാണാം എൻ്റെ അടിയിൽ കണ്ട അഴുക്കണ്ട എന്താ. മീനെ കുറച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ചുടി തരാത്ത കുറേ മീനുകളായി കിടന്ന് കറങ്ങുന്നതിന് അതാണ്. ഇത് വെള്ളം മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇത് പിടി തരാത്തമാർ ഈ കിടന്ന് കറങ്ങുന്നേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കുളമൊക്കെ ഉള്ളവരുടെ അടുത്ത് എന്തെങ്കിലും മരങ്ങൾ, ചെറിയ ചെറിയ ഇലകൾ നമ്മൾ വലയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വലയ്ക്കകത്തോടെ ഇറങ്ങിപ്പോകുന്ന ഇലകളാണെങ്കിൽ മാക്സിമം വെട്ടി കളയുന്നതായിരിക്കും നല്ലത്. വല ഞാൻ വെച്ചിരുന്നില്ല. എന്തോ പിടി തരത്തില്ല. ഇതൊരു ഗോൾഡ് ഫിഷ് ഒരു കാർപ്പിൻ്റെ കുഞ്ഞ്. എന്നിട്ട് പായ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മുട്ടയിടാറായെന്ന് തോന്നുന്നു. ചത്തോ ഇല്ല, പോയി. ഇനി അപ്പുറത്താണ്, ഇങ്ങറ്റത്ത് പേടിച്ച് പോയി പതുങ്ങിയിരിക്കുന്നുണ്ടോ. ഇവിടെയുണ്ട്, പേടി തരത്തില്ല. അതുപോലെ തന്നെ ഈ മീനൊക്കെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മലർന്ന് കിടക്കുമായിരുന്നു. ഞാനപ്പോൾ നമ്മുടെ കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പ് വെള്ളത്തിയിട്ട് സെപ്പറേറ്റ് മാറ്റിയിട്ടു. പിറ്റേ ദിവസം മുതൽ പുള്ളി ആക്റ്റീവായി. ഇത് നമുക്ക് മയങ്ങി വെള്ളത്തിൽ പൊങ്ങി കിടക്കുമായിരുന്നു. എന്താ ഞാൻ നമ്മുടെ ചെറിയ കുഞ്ഞിതായപ്പോൾ കൊണ്ടുവന്ന കാർപ്പാണ്. കണ്ടോ സൈസ് വെച്ചാൽ കണ്ടോ കണ്ടോ. ഉണ്ടോ ഇതിനെ നോക്കി, എൻ്റെ വയറിൽ മുട്ട ഉണ്ടോ. നമ്മൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളായപ്പോൾ കൊണ്ടുവന്ന 30 രൂപയ്ക്ക് ജോഡി വെച്ച് വാങ്ങിച്ച. എന്താ അമ്മ രണ്ടും വില്ലന്മാരാ. പിന്നെ പിടിക്കുന്ന ഇനത്ത് ഇറങ്ങിയാലേ പറ്റുള്ളൂ. നമ്മുടെ കുളത്തിൽ ഏകദേശം ഉണ്ടോ വില്ലന്മാരാ ഉണ്ടോ. ഇത് ഈ കാർപ്പ് ചത്ത് കിടക്കുന്ന മീൻ ഈ മീനൊക്കെ കൊത്തി തിന്നുന്നുണ്ട്. അതെന്താണെന്ന് അറിയാനായാലും പറഞ്ഞേ. ഈ മീനെ കൊത്തുന്നതാണ്. ഇത് കാർപ്പ് തന്നെയാണ്, പക്ഷെ അത് ചത്ത് കിടക്കുന്ന കാർപ്പിനെ ഈ കാർപ്പ് കൊത്തി തിന്നുന്നുണ്ട്. ഇനി
ഇതിനകത്തുള്ളത് കണ്ടോ? ഇത് വേറൊരു ടൈപ്പ് മീനുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു, പക്ഷെ അതിൻ്റെ ദേഹം തിളങ്ങുന്ന ടൈപ്പാണ്. ഇവിടെ കാണുന്നില്ല. ടേസ്റ്റ് കാണണമെങ്കിൽ നോക്കണ്ട. അടിയിൽ ഇല അടി വന്നിട്ട് അഴുകി ഇത് നമ്മൾ മീനെ നമ്മൾ ശ്രദ്ധിക്കാതെ മീൻ ചാകുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ വിചാരിക്കും മഴ വീഴുന്ന മഴയുടെ വെള്ളത്തിൻ്റെ കളറാണ്. മീനെ പിടിച്ച വലയുടെ അവസ്ഥ കണ്ടോ? കാണിച്ചു തരാം കുറച്ച്. ഉണ്ടോ? ഇപ്പം നമ്മുടെ കുളത്തിലെ ചെടിയൊക്കെ ഏകദേശം കളഞ്ഞിട്ട് നമ്മളിപ്പം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. ആക്ച്വലി ഞാൻ ഈ കുളം പണിതത് ഞാൻ എൻ്റെ ചേട്ടനും കൂടെ ഈ കുളം പണിത്. ഏകദേശം ഒരു 500 ലിറ്റർ വെള്ളം കിടക്കും ഇതിനകത്ത്. എന്നിട്ട് ഞാൻ ആദ്യം ഒരു 80-70 മീനുണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പം ഒരു 10-15 അതിൽ കൂടുതലില്ല. എല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചത്തു പോകുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും റീസൺ എന്തെങ്കിലും ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. നമ്മളിത് കല്ലുപ്പൊക്കെ ഇടും കടയിൽ ചോദിച്ചിട്ട്, പിന്നെ മറ്റേ ഒരു ലിക്വിഡൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിച്ച് ഒഴിച്ചിട്ടുണ്ട്. ചില സമയത്ത് മീനൊക്കെ മയങ്ങിപ്പോയി ചരിഞ്ഞൊക്കെ കിടന്ന് അങ്ങനെയാണ് ചത്തു പോകുന്നത്. നമ്മുടെ ഇത് ഞാൻ പണിതത് നമ്മുടെ സെബിൻ ചേട്ടനല്ലേ, നമ്മുടെ യൂട്യൂബിൽ ഫിഷിംഗ് ഫ്രീക്സ്, പുള്ളിയുടെ ചാനൽ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇതൊക്കെ തന്നെ കുളമുണ്ടാക്കി ഞാനും ചേട്ടനോട് കുളമുണ്ടാക്കി വളർത്തുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. ഗപ്പിയുടെ വേറെ കുളമുണ്ട്, 3 പട്ടിയുണ്ട്. അതിനകത്ത് ഒരു പട്ടിക്ക് ഇതായി കുഞ്ഞുങ്ങളുണ്ടായി 6 ഉണ്ട്. മോയിലുണ്ട്, തത്തമ്മയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ നോക്കിയാൽ മതി. ആക്ച്വലി ഇതെൻ്റെ വൈഫിൻ്റെ ചാനലാണ്. അപ്പോൾ അവൾ ഹെൽത്ത് റിലേറ്റഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ബഡി മലയാളം എന്ന ഈ ചാനലിൽ പേരിട്ടേക്കുന്നത്. അതിനകത്ത് അവൾ ഹെൽത്തിൻ്റെ ടിപ്സൊക്കെ ഇടാറുണ്ട്. പക്ഷേങ്കിൽ പുള്ളിക്കാരി വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ ഇതൊക്കെ വീഡിയോ എടുത്ത് ചെയ്യുന്ന. ഇപ്പോൾ നമ്മളിപ്പം വെള്ളം ഏകദേശം അടിച്ചുകൊണ്ടിരിക്കുക. ഫുള്ള് നിറയ്ക്കുന്നില്ല, മഴ പെയ്യുമ്പോൾ എന്തായാലും വെള്ളം ആയിക്കോളും. ഇനി ഡയറക്റ്റ് മഴവെള്ളം വീഴുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇത് നമ്മുടെ വാട്ടർ ക്യാബേജിൻ്റെ തൈകൾ നമ്മളാദ്യം വലിയത് കൊണ്ടുവന്നായിരുന്നു, പക്ഷെ അതെല്ലാം വാടിപ്പോയി. പിന്നെ അതിൻ്റെ ഇതായി വന്ന എന്തുകൊണ്ടാണ് ഈ മീൻ ചാകുന്നതെന്ന് അറിയത്തില്ല. പിന്നെ വേറൊരു ഡൗട്ടുണ്ട്, നമ്മൾ ഈ വളർത്തുന്ന മീനിൻ്റെ കൂടെ, അതായത് ഈ കോഴിക്കാർപ്പ്, ഗോൾഡ് ഫിഷിനോടൊക്കെ ഈ തിലോപ്പിയ അങ്ങനെയുള്ള മീനിടാൻ പറ്റുമോ? ഞാൻ സെബിൻ പുള്ളി വളർത്തുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ അത് വലിയ കുളമായതുകൊണ്ടായിരിക്കും അങ്ങനെ വളർത്തുന്നത്. ഞാൻ ആരെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണം, നമുക്ക് മീനെ വളർത്താൻ പറ്റുമോ? കണ്ടത് ഈ ഗോൾഡ് ഫിഷിനെ കണ്ടോ? രണ്ടും പെണ്ണ. ഇത് വേണം നമ്മുടെ ഇതിനകത്തൊരു മീൻ കിടക്കുന്നുണ്ട് ഈ സൈഡിൽ, വെള്ളയും മീനും കൂടെ ഈ തിളങ്ങുന്ന മീൻ. ഇതിൻ്റെ പേരറിയുമെങ്കിൽ ആരെങ്കിലും കമൻറ്റിയാണ്. ഇത് നമ്മൾ കുഞ്ഞിലെ കൊണ്ടുണ്ട്, ഇത് വലുതായി. പിന്നെ ബാക്കിയുള്ള മീനെ കാണിച്ചു തരാം. ഇവിടെ ഗോൾഡ് ഫിഷിൻ്റെ ഒരു പെൺമീനെ കാണുമ്പോൾ അറിയാം. പിന്നെയുള്ള മീനുകൾക്കെല്ലാം പേടിയാണ്. ഇനി ഗോൾഡ് ഫിഷിൻ്റെ വേറെ മീനുണ്ടോ? പിന്നെ നമ്മുടെ നരഫോജി മീൻ കൊത്തുമട്ടിക്കുന്നില്ല. പിന്നെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റിയാണ്. നമ്മൾ അക്വേറിയത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു തിളങ്ങും. ഇതിൻ്റെ ബോഡി ഉണ്ടോ? പേരറിയില്ല സംഭവം. ഇത് ചെറുതുണ്ടോ? ഉണ്ടോ? മീനൊക്കെ ഇപ്പം ഹാപ്പി ആയെന്ന് തോന്നുന്നു. നമ്മുടെ കുളത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം നമ്മൾ ചുറ്റിന് ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ അവിടെ നമ്മൾ ഇത് സ്വിച്ച് വെച്ചേക്കുക, അതുകൊണ്ട് അതിനെ മൂടി വെച്ചേക്കണേ. നമ്മുടെ ഫിൽറ്ററിനുള്ള സ്വിച്ച്. വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
അപ്പോൾ ഇതുകൊണ്ടൊക്കെ ചെറിയ പോൺസൊക്കെ നിങ്ങളുടെ മുറ്റത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുവാണെങ്കിൽ വൈകിട്ടൊക്കെ വന്ന് ഇവിടെ ചുറ്റിനൊക്കെ ഇരുന്ന മീനൊക്കെ കാണാം. ഞാൻ തന്നെ ഇപ്പോൾ ഇത് സെവിൻ ചേട്ടൻ്റെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്ത 1 വർഷത്തോളമായി ഇപ്പോൾ ഞാൻ മീനെ വളർത്തുന്നു. ഇപ്പോൾ മാത്രമേ വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. ഒരു ചാനലുള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.